യു.ഡി.എഫ് സർക്കാർ മന്ത്രിസഭയിലെ വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം നടക്കുന്നതിനിടെ മന്ത്രിമന്ദിരങ്ങളുടെ കാര്യത്തിൽ ഒടുവിൽ തീരുമാനമായി. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതുപോലെ പമ്പ നൽകി. കെ മുരളീധരനെ ആവശ്യപ്പെട്ട സാനഡ് തന്നെ നൽകിയിട്ടുണ്ട്. സി.പി. ജോണിന് റോസ് ഹൌസും കെ എം ഷാജിക്ക് പൗർണമിയും നൽകി. യു.ഡി.എഫ് സർക്കാരിന്റെ മന്ത്രിസഭയിൽ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും മന്ത്രിമാരുടെ മന്ദിരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മന്ത്രിമാരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഔദ്യോഗിക വസതികൾ നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് തൊട്ടടുത്തുള്ള പമ്പയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അനുവദിച്ചത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉപയോഗിച്ചിരുന്ന ഈ വസതി തനിക്ക് വേണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. ക്ലിഫ് ഹൌസിന് സമീപമുള്ള അശോകയാണ് സണ്ണി ജോസഫിന് അനുവദിച്ചത്. കെ മുരളീധരന് സാനഡും, എ.പി. അനിൽകുമാറിന് കാവേരി, പി.സി. വിഷ്ണുനാഥിന് നിള, എം. ലിജുവിന് അജന്ത, റോജി എം. ജോണിന് ഗ്രേസ്, ടി. സിദ്ദിഖിന് ഗംഗ, കെ.പി. തുളസിക്ക് പ്രശാന്ത്, ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൌസ്, ഒ.ജി. ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ് എന്നിങ്ങനെയാണ് അനുവദിച്ചത്. മൻമോഹൻ ബംഗ്ലാവ് അവസാനമായി ഉപയോഗിച്ചത് മുൻ മന്ത്രി സജി ചെറിയാനായിരുന്നു. മുസ്ലിം ലീഗ് മന്ത്രിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ലൈൻറെസ്റ്റ്, എൻ. ഷംസുദ്ദീന് നെസ്റ്റ്, കെ എം ഷാജിക്ക് പൗർണമി, പി.കെ. ബഷീറിന് ഉഷസ്, വി. അബ്ദുൽ ഗഫൂറിന് കവടിയാർ ഹൌസ് എന്നീ വസതികളും അനുവദിച്ചു. മോനിസ് ജോസഫിന് പെരിയാർ, ഷിബു ബേബി ജോണിന് എസൻഡേൻ, സി.പി. ജോണിന് റോസ് ഹൌസ് എന്നിവയാണ് മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക വസതികൾ. ഔദ്യോഗിക വസതികൾ സംബന്ധിച്ച ചർച്ചകളിൽ ഒരേ വസതിക്കായി 3 മന്ത്രിമാർ വരെ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. നിള, സാനിഡു, ഗ്രേസ് എന്നീ മന്ദിരങ്ങൾക്കായാണ് അവകാശവാദം ഉന്നയിച്ച് മന്ത്രിമാർ രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം.